പല നിലക്കും പഠിക്കുന്ന മക്കളുണ്ട്, വ്യത്യസ്തമായ പ്രായത്തിലുള്ള മക്കളുണ്ട്. വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം, അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ പറയുന്നത്. ആ പ്രിയപ്പെട്ട മക്കൾ കടന്നു പോകുമ്പോൾ, പാഠശാലയിലേക്ക് കടന്നു പോകുമ്പോൾ 15, 16, 17, 18, 20 വ്യത്യസ്ത പ്രായക്കാരായ ആണും പെണ്ണുമായ മക്കൾ നമുക്കുണ്ട്. അവരെപ്പോഴാ പഴയകാലത്തെ വിദ്യാഭ്യാസമല്ല ഒരുപക്ഷെ പാതിരാവിനോടടുത്ത സമയത്താ വീട്ടിലേക്ക് കടന്നു വരുന്നത്, അല്ലെങ്കിൽ സന്ധ്യാസമയത്താ വീട്ടിലേക്ക് കടന്നു വരുന്നത്. മുമ്പൊക്കെ കല്യാണ ആലോചനകൾ വരുമ്പോൾ കള്ള നിസ്കാരത്തഴമ്പല്ലാത്ത ഒറിജിനൽ നിസ്കാരത്തഴമ്പുള്ള, കള്ളത്തൊപ്പിയല്ലാത്ത ഒറിജിനൽ തൊപ്പിയുള്ള, കള്ളത്താടിയല്ലാത്ത ഒറിജിനൽ താടിയുള്ള, കള്ള ഹാജിയാരല്ലാത്ത ഒറിജിനൽ ഹാജിയാരായ പ്രിയപ്പെട്ട ഉപ്പ ചോദിക്കുന്നത് എന്തോ, ഓള് എത്രാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ചു? അവളുടെ ഡിഗ്രി അല്ല ചോദിച്ചിരുന്നത്. 5 നേരം നിസ്കരിക്കുന്ന മരുമകളാണോ എന്റെ മകന് വേണ്ടിയിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്നത്? ഈ ഒരു ചോദ്യം നടത്തിയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. കല്യാണത്തിന്റെ അന്നാണ് അവിടെ പ്രൈമറി ആയിട്ടൊരു കാര്യമുണ്ടായിരുന്നു. ഓഡിറ്റോറിയങ്ങളിലും മറ്റുള്ള കല്യാണ വേളകളിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കടന്നുപോയാൽ എനിക്ക് തിരിച്ചു വരാൻ പറ്റൂല. എന്തെല്ലാം ആഭാസത്തരങ്ങളാ വിവാഹ വേദികളിലൂടെ കടന്നു പോകുന്നത്. ഇൻഷാ അല്ലാഹ് അനുവദിച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് നാളെ പറയാം. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ആ വിവാഹ വേദികളിൽ ഏറ്റവും കൂടുതൽ റബ്ബിന് ശുക്ർ ചെയ്യേണ്ട ആ ദിവസം അന്നത്തെ വീട്ടിലുള്ള ഒരാൾക്കും ഫർദ് നിസ്കാരം പോലും ഇല്ല. തിരക്കോടെ തിരക്ക്. പുതിയ പെണ്ണിന് നിസ്കാരമുണ്ടോ? പുതിയ ആപ്പിളക്ക് നിസ്കാരമുണ്ടോ? വീട്ടിൽ വന്നവർക്ക് നിസ്കാരമുണ്ടോ? അതിനെക്കുറിച്ച് ഒരു അനൗൺസ്മെന്റ് നടത്തുന്നുണ്ടോ? പെണ്ണിന്റെ ഒപ്പം എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നുണ്ട്, ചാപ്പാട് കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? ഭക്ഷണം കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? സദ്യ വേണ്ടവരിതിലേ പോകണേ, ബിരിയാണി വേണ്ടവരിതിലേ പോകണേ. നിങ്ങൾക്ക് വേണ്ട വിഭവ സമൃദ്ധമായ ഭക്ഷണം ഞാൻ കോടികൾ മുടക്കിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഒരാളെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ദുഹർ നിസ്കരിക്കാത്തവർ പോയി നിസ്കരിച്ചിട്ട് വരണേ, അസർ നിസ്കരിക്കാത്തവർ പോയി നിസ്കരിച്ചിട്ട് വരണേ. അപ്പുറത്ത് പള്ളിയുണ്ട്, ഒരു പറയാൻ സങ്കോചമുള്ള ഉപ്പയുണ്ടോ? ഒന്നാലോചിക്കണേ. ഇങ്ങനെ പള്ളിക്കുടങ്ങളുടെ പടിവാതിക്കലേക്ക് കടന്നു പോയിട്ട് ഞാൻ പറഞ്ഞതുപോലെ പതിരാ സമയത്ത് വീട്ടിലേക്ക് കടന്നു വരുന്ന മക്കൾ, ആ മക്കളോടൊരു ചോദ്യം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? അടിസ്ഥാനപരമായിട്ട് മക്കളുടെ ആത്മീയതയിൽ വല്ലാതെ പ്രയാസപ്പെടുന്ന, വല്ലാതെ വേവലാതിപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും ആ പാതിരാ സമയത്ത് കടന്നു വരുന്ന മക്കളോട്, പൊന്നുമോളെ നീ എവിടെയാ ദുഹർ നിസ്കരിച്ചത്? എവിടെയാ? ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടോ? ചൂടാക്കി വെച്ചിട്ടുള്ള പാല് നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്കെടുത്തു കൊടുക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ, ആ ഭക്ഷണത്തളികയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ്, പൊന്നുമോനെ 17 വയസ്സ് നിനക്കായില്ലേ? നീ +2 പഠിക്കുന്നവനാ, നീ +1 പഠിക്കുന്നവനാ. മോളെ നിനക്ക് 18 വയസ്സല്ലേ? നീ എവിടെയാ ദുഹർ നിസ്കരിച്ചത്? എവിടെയാ നീ അസർ നിസ്കരിച്ചത്? എവിടെയാ പൊന്നുമോളെ ഇശാഇന്റെ ബാങ്ക് വിളിച്ചിട്ടുണ്ട് പൊന്നുമോള്? എവിടെയാ മഗ്‌രിബ് നിസ്കരിച്ച പൊന്നുമോള്? ഒരു ചോദ്യം ചോദിക്കാൻ, അതിനൊരു മറുപടി കണ്ടെത്താൻ, ആ സംവിധാനമുള്ള സ്കൂളുകളിലേക്ക് പറഞ്ഞുവിടാൻ, ആ ഒരു വിഷയത്തിൽ അവലാതിപ്പെടാ പുതിയ നൂറ്റാണ്ടിന്റെ മാതാപിതാക്കൾക്ക് കടന്നില്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വിലസി നടക്കുന്ന മക്കളായി നിങ്ങളെ കണ്ണുനീര് കുടിപ്പിച്ചുകൊണ്ട് തൊട്ടടുത്ത തണ്ടാനുമായിട്ട് ഇറങ്ങിപ്പോകുമ്പോ, ആശാരി മൂശാരിയുമായിട്ട് ഇറങ്ങിപ്പോകുമ്പോ, അപ്പോൾ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പോൾ കിടന്ന് വേദനിച്ചിട്ട് കാര്യമുണ്ടോ? മക്കളുടെ ആത്മീയമായ അവബോധത്തെ കുറിച്ച് ചിന്തിക്കാൻ. ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പ്രതിഭ, വലുത് മീൻസ് ആ ബേസിൽ നോക്കുമ്പോൾ, ഐൻസ്റ്റീന്റെ മുമ്പിൽ 5 വയസ്സുള്ള ഒരു കുട്ടിയെ കൊണ്ടുവന്നു. റളിയല്ലാഹു പറയേണ്ടത്, ആൽബർട്ട് ഐൻസ്റ്റീൻ വലിയ ഒരു ശാസ്ത്ര പ്രതിഭയായി. അദ്ദേഹത്തിന്റെ മുമ്പിൽ എത്ര വയസ്സ്? നിങ്ങളും ഉണ്ടാതിരിക്കല്ലേ? 5 വയസ്സ്. എല്ലാവരും കൈപ്പത്തി. അതൊക്കെ വേറെ വിഷയം. 5 വയസ്സാണ് ശരി. 5 വയസ്സുള്ള കുട്ടിയെ കൊണ്ടുവന്നു. ഒന്ന് എഴുതല് തുടങ്ങാൻ എങ്ങനെ ഉണ്ടല്ലോ, ഓരോ മതക്കാർക്കും ഓരോ രീതിയാണ്. ചില ആളുകള് നല്ല സയ്യിദന്മാരെയും ആലിമ്യങ്ങളെയും കൊണ്ട് തുടങ്ങി. ഒന്നും പറയണ്ട, സുബ്ഹാനല്ലാഹ്, ഒന്നും പറഞ്ഞാൽ ഇപ്പൊ തീരൂല. ചില ആളുകൾ അവർക്ക് ഇഷ്ടപ്പെട്ട, കാസർഗോഡ് ജില്ലയിൽ ഞാൻ
ഒരു കുട്ടിയുടെ പേര് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു സിദാൻ. ഞാൻ ഞെട്ടിപ്പോയി. അയാള് ഫുട്ബോൾ പ്രാന്തനാണ്. ബാക്കി പറയണ്ടല്ലോ, മക്കൾക്ക് പേരുന്ന വിഷയം പറഞ്ഞു. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മക്കൾ ഈ 5 വയസ്സുള്ള കുട്ടിയെ ഈ പിതാവ് കൊണ്ടുവന്ന് ആൽബർട്ട് ഐൻസ്റ്റീന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഒന്ന് തുടങ്ങി തരണം, ഇവനെ ഒന്ന് ലെവലാക്കണം, നിങ്ങളൊന്ന് റെഡിയാക്കിയാല് നിങ്ങളുടെ കയ്യിലെ ഒതുങ്ങൂ, ഇവനെ വലിയ നിങ്ങളുടെ പരിസരത്തെങ്കിലും എത്തുന്ന ഒരു പ്രതിഭയാക്കി മാറ്റാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ പിതാവ് കുട്ടിയുടെ കൈ പിടിച്ച് 5 വയസ്സുള്ള കുട്ടിയുടെ കൈ പിടിച്ച് പിച്ച വെച്ച് വന്നു. കുട്ടി ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, നിങ്ങളൊരു 5.5 വയസ്സ് ലേറ്റായിട്ടാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. മനസ്സിലായില്ല? 5 വയസ്സുള്ള കുട്ടിയാ, നിങ്ങൾ 5.5 വയസ്സ് ലേറ്റായിട്ടാ നിങ്ങൾ എന്റെ മുമ്പിൽ കൊണ്ടുവന്നത്. ഞാനൊരു ഭൗതികമായ ആംഗിളിലൂടെ ചിന്തിക്കാനൊരു പോയിന്റ് പറഞ്ഞതാ. പല നിലയ്ക്ക് ചിന്തിക്കുന്ന ആളുകളാണല്ലോ. ഇതെങ്കിലും തലയിൽ കയറിക്കോട്ടെന്ന് വിചാരിച്ചു. ഞങ്ങളൊന്നും അല്ലോട്ടെ, അൽഹംദുലില്ലാ എല്ലാവരും നല്ല ആത്മീയമായ ദാഹമുള്ളവരും വളരെ ആത്മാർത്ഥമായ വിഷയങ്ങൾ കേൾക്കുന്നവരും നിങ്ങളുടെ ഓരോ മുഖങ്ങളും ഉസ്താദ് ഇത് ഇപ്പോഴങ്ങ് നിർത്തല്ലേ എന്ന ആഗ്രഹമുള്ളവരുമാണ്. നിങ്ങൾ മടിയുള്ള മുഖമാണെങ്കിൽ എനിക്ക് അറിയാൻ പറ്റും, അള്ളാഹു എന്നൊരു തൗഫീഖാണ്. അപ്പൊ നിങ്ങൾ പോലും അറിയില്ല നിങ്ങൾ വീട്ടിലെത്തിയിരിക്കും. ഇപ്പോഴുള്ള 99% ആളുകൾ, പിന്നെയുള്ള 9 അത് എനിക്ക് കാണാൻ പറ്റുന്നില്ല, കുറച്ച് ദൂരെയാണ്. 99% ആളുകളും ഇതിൽ ആത്മാർത്ഥമായിട്ട് ഇതിനെ സാഗൂതം വീക്ഷിച്ച് ഇതിൽ നിന്ന് ഒപ്പിയെടുത്തുകൊണ്ട് ആത്മാർത്ഥമായി എന്റെ മുമ്പിലിരിക്കുന്ന ആളുകൾ അള്ളാഹു അനുഗ്രഹിക്കുമാറാണ്. 5.5 വയസ്സ് നിങ്ങൾ ലേറ്റായി പോയി എന്റെ മുമ്പിൽ കൊണ്ടുവരാൻ ഇനി ഞാൻ വളച്ചാൽ വളയില്ല എന്ന് ലോകത്തിന്റെ വലിയ പ്രതിഭാശാലിയായിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞാൽ മാതാവിന്റെ ഗർഭഗൃഹത്തിൽ കിടക്കുമ്പോൾ അവരുടെ ഭാവിയെ നിർണയിക്കുന്ന ചലനങ്ങൾ നടത്താൻ പറ്റുമെന്ന് മെഡിക്കൽ സയൻസ് അഭിപ്രായപ്പെടുമ്പോൾ ആ കുട്ടിയുടെ സ്വഭാവ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗർഭത്തിൽ ഉമ്മാന്റെ ഗർഭാശയത്തിൽ കുട്ടിയുള്ളപ്പോൾ വിളിക്കുന്ന തെറിയുണ്ടല്ലോ, ഉമ്മായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്ക് പ്രശ്നങ്ങൾ, ഇതൊക്കെ അവൻ ലെവലാവുമ്പോൾ ചെറുതായിട്ടൊക്കെ കേൾക്കാൻ പറ്റും. നിങ്ങൾ വിചാരിക്കും ഞാനിത് ഇന്നുവരെ ഞങ്ങളിവിടെ പറഞ്ഞിട്ടില്ലല്ലോ ഈ തെറി. ഒന്നും കൂടെ ഓർത്തു നോക്കിയാൽ ഈ കുട്ടി വയറ്റി കിടന്നപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാവും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് അവരെ നമുക്ക് തർബിയത്ത് ചെയ്യാനുള്ള ഒരവസരം കിട്ടിയിട്ടുണ്ടോ? അവരെ നമുക്ക് തർബിയത്ത് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടോ? അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. പടച്ചവനെ, എന്നെ തർബിയത്ത് ചെയ്തതുപോലെ എന്റെ മാതാപിതാക്കളോട് കരുണ കാണിക്കണമെന്ന് പ്രിയപ്പെട്ട മക്കൾ പടച്ചവന്റെ ഖുർആൻ പറയുന്നു. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം.